നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കൈന ന്യൂസ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സാഹിത്യകാരനായ ആൻഡ്രൂ മാർവൽ തന്റെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന കവിതയിൽ ഇങ്ങനെ എഴുതി: മൈ വെജിറ്റബിൾ ലവ് ഈസ് ഷോസ് ഗ്രോസ് വാസ്റ്റർ ദാൻ എംപയേഴ്സ് ആൻഡ് മോർ സ്ലോ. ഒരിക്കലും അസ്തമിക്കാത്ത എൻ്റെ പ്രണയം സാവധാനം ഒരു സാമ്രാജ്യത്തെക്കാൾ വളർന്ന് പന്തലിക്കട്ടെ എന്ന്. ലോകാരംഭം മുതൽ തന്നെ നിലനിൽക്കുന്ന ഉദാത്തമായ ഒരു വികാരമാണ് പ്രണയം. പക്ഷേ പ്രണയത്തിന്റെ പേരിൽ നിർബന്ധിച്ച് മറ്റൊരു മതത്തിലേക്ക് ചേർക്കാനുള്ള ഗൂഢമായ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ ചിറകറ്റി വീഴുകയാണ് ചിലർ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോതമംഗലത്തെ 23 വയസ്സുകാരിയായ പെൺകുട്ടി. ഓഗസ്റ്റ് 9 താൻ ഏറ്റ ക്രൂരമായ മാനസിക പീഡനത്തിൽ നിന്നും രക്ഷ നേടാൻ ഒരു ചാൺ കയറിൽ ജീവിതം അവൾ അവസാനിപ്പിച്ചു. 10ാം ക്ലാസ്സിലും +2വിനും എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ A+ വാങ്ങിയ അധ്യാപിക ആകണമെന്ന മോഹവുമായി പഠിച്ച TTC വിദ്യാർത്ഥിയുടെ മരണം ലവ് ജിഹാദിനെ തുടർന്നു. എൻ്റെ മോള് സകല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അതിനാണ് നീതി കിട്ടാത്തത്. മതം മാറാത്തത് കൊണ്ടല്ലേ അവൻ ഇത്തരം പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ നല്ല അതിൽ ഏതാ പ്രധാനം? സ്നേഹമാണോ മതമാണോ? മതം. ഇവിടെ ലവ് ജിഹാദുണ്ട്. ഇത് ആസൂത്രിതമായ തീവ്രവാദ സംഘടനകളുടെ മതപരിവർത്തനമാണ്. ഒരു സ്നേഹത്തിന്റെ രക്തസാക്ഷിയായിട്ട് ഈ കൊച്ചിനെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയമായിരുന്നില്ല ഇതിന്റെ പുറകിൽ ഒരു മതപരിവർത്തനം, ലവ് ജിഹാദ് മാതിരിയുള്ള ഒരു സംവിധാനം തന്നെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കപട പ്രണയത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഇരയോ ഇവൾ? മറച്ചു വെച്ചിരിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയവളോ ഇവൾ? പ്രണയത്തിന്റെ പേരിൽ ക്രൈസ്തവ പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ഗൂഢ ലക്ഷ്യങ്ങളുടെ രക്തസാക്ഷിയാണോ ഇവൾ? നീതി ലഭിക്കുമോ ഇവൾക്ക്? ഈ ചോദ്യങ്ങളാണ് ഷെക്കൈന ഇൻവെസ്റ്റിഗേഷൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നീട്ടുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കൈന ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൗമാരത്തിന്റെ നിരവധി സ്വപ്നങ്ങൾ കണ്ട ജീവിതത്തിലേക്ക് ഒരു പൂമ്പാറ്റയെ പോലെ പാറി പറന്നു നടന്ന ഒരു പെൺകുട്ടി. കോതമംഗലം കറുകിടം എന്ന ഗ്രാമത്തിൽ അപ്പനും അമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബത്തിലെ മാലാഖ. എന്നാൽ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞത് ബിരുദ പഠനത്തിനായി ആലുവയിലെ കോളേജിൽ എത്തിയപ്പോഴുണ്ടായ റമീസ് എന്ന യുവാവുമായുള്ള സൗഹൃദത്തിലൂടെയാണ്. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും നഗരത്തിലേക്ക് എത്തിയ കോതമംഗലത്തുകാരി പെൺകുട്ടിക്ക് മുന്നിൽ കണ്ട നിറങ്ങളുടെ കപടത തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തേൻ പുരട്ടിയ വാക്കുകളിലും വാഗ്ദാനങ്ങളിലും ആ പെൺകുട്ടി വീണുപോയി എന്നതല്ല, വീഴ്ത്തിയതാണെന്ന് പറയുന്നതാകും ശരിയും സത്യവും. റമീസിനോടുള്ള പെൺകുട്ടിയുടെ സൗഹൃദം ക്രമേണ പ്രണയത്തിലേക്ക് വഴിമാറി. റമീസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പെൺകുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു കോതമംഗലത്തെ ഈ പെൺകുട്ടി. ക്രൈസ്തവ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് പ്രണയക്കുരുക്കിൽ തളച്ചിട്ട് മതം മാറ്റം നടത്തുന്ന ദുഷ്ട തീവ്രവാദത്തിന്റെ വക്താവാണോ റമീസ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. ഒന്നും മനസ്സിലാകാതിരുന്ന പെൺകുട്ടി വിവാഹം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് റമീസിന്റെയും വീട്ടുകാരുടെയും തനി നിറം അവൾക്ക് മനസ്സിലായത്. മുസ്ലിം മതം സ്വീകരിക്കണമെന്ന കർശന ആവശ്യം റമീസും കുടുംബങ്ങളും മുന്നോട്ട് വെച്ചു. മാത്രമല്ല, കളവ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെ ഒരു റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. നിർബന്ധിത മതപരിവർത്തനം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നത് വിശ്വാസമല്ല, അതാണ് സത്യമെന്ന് അവളുടെ സഹോദരൻ പറയുമ്പോൾ മനസ്സുള്ളവരുടെ മനസ്സൊന്ന് കരയും, ഉള്ളൊന്ന് പിടയും. വിശ്വസിക്കുന്നുണ്ടോന്നോ? വിശ്വസിക്കുന്നുണ്ടോന്നല്ല, അതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പോൾ അവന് കല്യാണം കഴിക്കാനുള്ള പരസ്പര സ്നേഹത്തിലാണ് അവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ മതം മാറിയ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. അതിപ്പോൾ അവൾ മതം മാറിയെങ്കിൽ അവൻ കല്യാണം കഴിച്ചപ്പോൾ ഇവളെയും കൂട്ടി സുഖമായിട്ട് ജീവിക്കില്ലേ? മതം മാറാത്തത് കൊണ്ടല്ലേ അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ നല്ല അതിൽ ഏതാ പ്രധാനം? സ്നേഹമാണോ മതമാണോ? മതം. അപ്പോൾ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് വേറെ രീതിക്കുള്ള മറുപടി വേണം. തീർച്ചയായും. അപ്പം മതപരിവർത്തനം തന്നെയായിരുന്നു അവരുടെ ഇഷ്ടം. ഇപ്പോൾ റമീസിനെ മാത്രമല്ല, റമീസിൻ്റെ കുടുംബാംഗങ്ങൾ അടക്കം ഉള്ളവരാണ് ഈ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചത് എന്നാണല്ലോ. അതെ. റമീസിൻ്റെ വാപ്പ, ഉമ്മയുടെ കുടുംബക്കാർ, വാപ്പയുടെ കുടുംബക്കാർ, റമീസിൻ്റെ കൂട്ടുകാർ, സഹദ് എന്ന് പറഞ്ഞു ഇവരൊക്കെയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രണയക്കുരുക്കിൽ പെടുത്തിയതിനു ശേഷം
കുടുംബം ഒന്നടങ്കം ഗൂഢാലോചന നടത്തി സ്വന്തം മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പറിച്ചു നടാൻ നടത്തിയ ശ്രമം തകർത്തെറിഞ്ഞത് അവളുടെ ജീവിക്കാനുള്ള അവകാശവും ഇഷ്ടപ്പെട്ട മതത്തിൽ ജീവിക്കാനുള്ള മൗലിക അവകാശത്തിൻ്റെ ലംഘനവുമാണ്. അവളുടെ മരണം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും റമീസിന്റെ കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. നീതി ലഭിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഇത് അനുഭവിച്ചിട്ട് കുടുങ്ങിപ്പോയ പെൺകുട്ടികൾ ഇതൊരുത്തി വരും. ഇപ്പം ഇവരുടെ ഫാമിലി ഇത്രയും ക്രൂരമായിട്ട് ഇത് ചെയ്തെങ്കിലും നല്ല ഫാമിലികളുണ്ടാവും, ഈ പറയുന്ന മുസ്ലിങ്ങളിൽ നല്ല ഫാമിലികളുണ്ടാവും. പക്ഷേ അവർക്കും കൂടെ ഒരു ചീത്തപ്പേരില്ല ഇവർ. പ്രണയക്കുരുക്കിൽപ്പെടുത്തി മതം മാറ്റം നടത്തുന്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഊഹിക്കാൻ കഴിയുന്നതിനും എത്രയോ മുകളിലാണ്. റമീസിന്റെ ഇരകളായ പെൺകുട്ടികൾ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സമൂഹത്തിന് അറിയേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കത്തു നൽകുകയും ചെയ്തു കുടുംബം. പരിവർത്തനത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു എന്തൊക്കെയോ ഒരിത്. അപ്പം നമ്മുടെ പെൺകുട്ടീനെ ഇങ്ങനെ റൂമിലിട്ട് ക്രൂരമായിട്ട് നമ്മുടെ പെങ്ങളെ ഇങ്ങനെ ക്രൂരമായിട്ട് മാനസികമായിട്ട് ചൂഷണം ചെയ്തു, ശരീരമായിട്ട് ഉപദ്രവിച്ചു, എല്ലാം മതം പരിമാറുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ NIAയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി മറ്റേ ഇവൻ്റെ ഉമ്മ ക്രിസ്ത്യാനിയിൽ നിന്നും കൺവേർട്ട് ആയേക്കണേ. ഇപ്പോൾ ഇവളെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇവരുടെ ഫാമിലിയിൽ നേരത്തെ നടന്നിട്ടുണ്ടോ, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇവരുടെ സ്വന്തക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വ്യാപകമായിട്ട്. നെഞ്ചു പൊടിയുന്ന വേദനയിലും ഈ സഹോദരൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് സ്വന്തം സഹോദരിക്ക് വന്ന ഈ ദുരവസ്ഥ ഇനിയൊരു പെൺകുട്ടിക്കും വരരുത് എന്ന ഉറച്ച തീരുമാനത്തിലാണ്. മതഭ്രാന്തിന്റെ വിഷം നിറച്ച ചില മനുഷ്യ മനസ്സുകൾക്ക് മുന്നിൽ മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും യാതൊരു വിലയുമില്ല. മാസങ്ങൾക്ക് മുൻപ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ, പൊന്നുപോലെ താലോലിച്ച് വളർത്തിയ മകൾ, ചില തീവ്രവാദ കൂട്ടത്തിന്റെ പിടിയിൽ അകപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ച 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ. സങ്കടം കുന്നോളം ഉണ്ടായിട്ടും ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ 2 മുറി വീടിന്റെ ഉള്ളിൽ ഇരുട്ടിൽ തേങ്ങൽ അടക്കിപ്പിടിച്ച് തോരാ കണ്ണീരുമായി ഒരമ്മ. തൻ്റെ മകൾ മരണത്തിന് കീഴടങ്ങിയത് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണെന്ന് പറയുന്നു ഈ അമ്മ. ഞങ്ങൾ കല്യാണം ആലോചിക്കുന്ന ഒരു വലിയ പ്രശ്നങ്ങളിലായി പോയ ബന്ധമായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ മതം മാറണം എന്ന് പറഞ്ഞുള്ള അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിക്കൽ കാരണമാണ് മകൾ മരിച്ചത്. അതവൾ വ്യക്തമായി അവളുടെ മരണക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കൂടുതൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കറക്റ്റായി എഴുതി വെച്ചിട്ടുണ്ട് മതം മാറാനുള്ള ഒരു ഇതാണെന്നേ. തൻ്റെ മകൾക്ക് സംഭവിച്ചത് മുഴുവൻ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടും പോലീസ് നേരായ ദിശയിലല്ല അന്വേഷണം നടത്തുന്നത് എന്ന പരാതിയും ഈ അമ്മയ്ക്കുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി പ്രതികളായവരെ ദുർബല വകുപ്പുകൾ ചുമത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്ന സംശയവും ഈ അമ്മ മുന്നോട്ട് വെക്കുന്നു. നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് മതം മാറുന്നതിനാണല്ലോ മുസ്ലിം സമുദായം മാറ്റണേനല്ലേ നമ്മൾ ലവ് ജിഹാദ് ഇങ്ങനെയൊക്കെ പറയണത് അല്ലേ? എനിക്ക് അതെ. അപ്പം എൻ്റെ മകളൊരു യാക്കോബിറ്റുകാരൻ്റെ മകളാണ്. അതിൽ നിന്ന് ഒരു മോളെയാണ് അവർ മാറ്റാൻ ശ്രമിച്ചത്. അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് മുന്നോട്ട് NIAയിലേക്ക് കൊടുക്കണമെന്ന് ഈ പറയണത്. ഇവർ പറയണത് ചുമ്മാ നമ്മൾ ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രമാണ് നമ്മുടെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. പക്ഷേ ആ പേപ്പറിലുള്ള മോളെ എഴുതി വെച്ച ഇതിനുള്ളൊരു നീതിയെങ്കിലും അവൾക്ക് കൊടുക്കാൻ അവർ തയ്യാറാവണമല്ലോ. അത് ചെയ്യണില്ലല്ലോ. അത് അവർ അതിനെപ്പറ്റി ഒന്നും പറയണില്ല. ഈ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസ് എടുത്തിട്ടാണ് പറയണത്. തൻ്റെ മകൾ മതപരിവർത്തനത്തിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന ക്രൂരമായ മാനസിക പീഡനം ഈ അമ്മയും സഹോദരനും അറിഞ്ഞത് മൃതദേഹ സംസ്കാരത്തിന് ശേഷം മാത്രമാണ്. സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച്
പെയ്യാൻ കാത്തിരിക്കുന്ന കാർമേഘം പോലെയായിരുന്നു തൻ്റെ മകളെന്നറിയാൻ ഈ അമ്മയും വൈകി. അതെൻ്റെ മകൾ മരിച്ചിട്ട് അടക്കിന് അവളുടെ കൂട്ടുകാരി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ മകളെ കൊണ്ടുപോയി ഇവരുടെ വീട്ടിൽ അടച്ചു എന്നും അവരുടെ ബന്ധുക്കളെല്ലാവരും വന്ന് കൂട്ടുകാരുൾപ്പെടെ ഇവളെ മതം മാറാൻ പ്രേരിപ്പിച്ചു എന്നും നമ്മൾ അറിയണത്. അപ്പോഴാണ് ഇത്രയും ഒരു ഇത് സഹിച്ചിട്ടാണ് എൻ്റെ മോൾ ഈ ഒരാഴ്ചയായി ജീവിച്ചുകൊണ്ട് സ്കൂളിലൊക്കെ പോയതെന്ന് നമ്മൾ അറിയണത്. അവള് എല്ലാ ദിവസവും സ്കൂളിൽ പോകും. നമ്മൾ വിചാരിച്ചു നോർമലായിരിക്കും, കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ചിരുന്നു. ഒന്നും ഷെയർ ചെയ്തില്ല. അതാണ് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെ ചതിച്ചു എന്നറിഞ്ഞിട്ടും സ്നേഹത്തിന് മുന്നിൽ അവയെല്ലാം ക്ഷമിക്കാൻ ആ പെൺകുട്ടി തയ്യാറാവുകയായിരുന്നു. ഇമ്മോറൽ ട്രാഫിക്കിന് പോലീസ് പിടിയിലായിട്ടും ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായവൾക്ക് നീ പോയി മരിച്ചോ എന്ന ആക്രോശമായിരുന്നു റമീസ് എന്ന പ്രതിക്ക് ഉണ്ടായിരുന്നത്. വിവാഹ ആലോചന വരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരുന്ന അവർ പൊടുന്നനെയാണ് മതപരിവർത്തനത്തിന് കോപ്പ് കൂട്ടിയത്. ഒരു കല്യാണം ആലോചിക്കണവരെ എൻ്റെ മകനും അവളുമായിട്ട് അങ്ങനെ നല്ല സന്തോഷമായി പോകുന്നുണ്ടായിരുന്നു. ഈ അപ്പച്ചൻ മരിച്ച ഒരു 3 മാസം കഴിഞ്ഞ് 40-നുള്ളിലാണ് ഇവർ ആലോചിച്ച് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ മതത്തിൻ്റെ പേര് കൂടുതലായിട്ട് വന്നത്. ഞങ്ങളും നടത്താൻ സമ്മതിച്ചല്ലോ. അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ മുറുകി വന്നത്. പക്ഷെ മോള് അവനെ ശരിക്കും സ്നേഹിച്ചു പോയി. അതിൽ അവൾക്ക് ഇവന് എന്ത് തെറ്റ് ചെയ്താലും ആദ്യം മുതൽ തെറ്റ് ചെയ്തെന്ന് ഇവൾക്ക് ഉള്ളിലുണ്ടായിരിക്കും. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. തെറ്റുകൾ വെച്ചിട്ടായിരിക്കും സ്നേഹിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ വിചാരിച്ചു ഇതിന് മാത്രം താഴണ്ട, മതം മാറണ്ട, എനിക്ക് രജിസ്റ്റർ മാരേജ് മതി എന്നുള്ളങ്ങ് തീരുമാനിച്ചു. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ കൂടി വന്നത്. അവർ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിടാനും ഇങ്ങനെ മതം മാറാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്യണം. താൻ അനുഭവിച്ച നേരിട്ട എല്ലാം തുറന്നെഴുതി വെച്ചിട്ടാണ് തൻ്റെ മകൾ പോയതെന്നും അതിന് നീതി ലഭിക്കണമെന്നും ഈ അമ്മ പറയുന്നു. ആ കത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവൻ്റെ വീട്ടിലെത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം അവർ നടത്താമെന്ന് പറയിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾക്ക് അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. ഇങ്ങനെ നീണ്ടുപോകുന്നു കത്തിലെ വരികൾ. എൻ്റെ മോള് സകല കാര്യങ്ങളും എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അതിലാണ് നീതി കിട്ടാത്തത്. ഇതിപ്പോൾ ഞാൻ പറയണതല്ല, അവൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടാണ് മോള് മരിച്ചത്. അതിനൊരു നടപടി ഉണ്ടാകത്തിലാണ് നമുക്ക് ദുഃഖം. പ്രണയത്തിന്റെ പേരിൽ മതപരിവർത്തനം നടത്താനുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഇരയായിരുന്നു ഈ പെൺകുട്ടി എന്ന് ഉറപ്പിക്കുന്ന വാക്കുകളാണ് അയൽവാസിയും പൊതുപ്രവർത്തകനുമായ സുനിൽ കുമാറിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു പ്രണയക്കണി തന്നെ ആയിരുന്നു എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ്. ഇത് ശരിക്കും പരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രണയിച്ച് പെണ്ണിൻ്റെ അഭിപ്രായം മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ സമ്മതിച്ച് അത് കഴിഞ്ഞ പ്രകാരം ചെറുക്കൻ്റെ ഇഷ്ടപ്രകാരം മതം മാറാനും സമ്മതിച്ചതാണ്. പിന്നെ വെക്കുന്ന ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു അവരുടെ അച്ഛൻ മരിച്ചിട്ട് 3 മാസമായുള്ളൂ, ആണ്ടിന് പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് അതിനുശേഷം നിങ്ങൾക്ക് കല്യാണം നടത്തി തരാം, അപ്പോൾ മതം മാറണമെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം മതം മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ച വീട്ടുകാരും ആ കുട്ടിയും എല്ലാവരും തീരുമാനിച്ചുറച്ച് കുട്ടിയുടെയും അവരുടെയും മാതാപിതാക്കൾ ചെറുക്കൻ്റെയും മാതാപിതാക്കൾ സമ്മതിച്ച് ഉറപ്പിച്ച് പോയതാണ്. അതിനുശേഷം വെക്കുന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പം തന്നെ അത് പറ്റില്ല, ഇപ്പം തന്നെ മതം മാറണം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചെറുക്കനെ വേറൊരു കുട്ടിയുമായിട്ടുള്ള ഒരു അഫെയർ ഈ കുട്ടി കണ്ടുപിടിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഇനി ഇവിടെ അത് പലവിധ കാരണങ്ങൾ പറഞ്ഞപ്പോഴും ഇവ പറഞ്ഞു ശരിയെന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കാം, അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഈ മതം ഞാൻ മാറില്ല, അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീ എൻ്റെ കൂടെ വരിക, നമുക്കൊരു വാടക വീടെടുത്ത് മാറാം, ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അതവൻ അംഗീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അതായത് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് അവൻ. അവരുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി, അതുപോലെ തന്നെ അടിമാലിക്ക് പോയി അവിടെ ചെന്ന് മതം മാറാം എന്നുള്ള രീതിയിൽ മതം മാറണ്ട എന്നുള്ള രീതിയിൽ പോയിട്ട് രജിസ്റ്റർ മാരേജിന് വേണ്ടി പോയിട്ട് അവൻ ഈ അവിടെ നിൽക്കുന്ന അവരുടെ കൂട്ടുകാരിയുടെ മൊബൈലിൽ നിന്ന് ആരെയോ വിളിച്ച് ആ ഫോൺ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഉണ്ടായി. ആ കൂട്ടുകാരിയുടെ ബൈറ്റിൽ നിന്നാണ് അത് മനസ്സിലായത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പം അതങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക ഇതിനകത്ത് പറ്റിച്ച് അവിടെ മാറ്റിക്കൊണ്ട്
വീട്ടിലേക്ക് ആലുവയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം വീട്ടിൽ വന്ന് പൂട്ടിയിടുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിന് പുറകിൽ എന്തോ ശക്തിയുണ്ട്. അതായത് പ്രണയമായിരുന്നില്ല, ഇതിൻ്റെ പുറകിൽ ഒരു മതപരിവർത്തനം, ലവ് ജിഹാദ് മാതിരിയുള്ളൊരു സംവിധാനം തന്നെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമായി പരാധീനതകൾ അധികമുള്ള പെൺകുട്ടികളെ കണ്ടെത്തി പ്രണയത്തിൽ കുരുക്കുന്ന ഒരു തീവ്രവാദ സംഘം തന്നെ ഇതിനു പിന്നിൽ ഉണ്ടോ എന്ന സംശയവും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇവിടെ ഒതുങ്ങിപ്പോകേണ്ട ഒരു സംഭവമായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഈ പ്രദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ മേഖലയാണ്. സാധാരണ സാമ്പത്തികപരമായിട്ട് വളരെ കുറഞ്ഞ ആൾക്കാർ, സാമ്പത്തികം പരാധീനതയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ വേറെ ആരും ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയൊക്കെ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കണം. കാരണം ഈ വേറെ ആരും സാമ്പത്തികപരമായിട്ടോ മറ്റുള്ള സഹായിക്കാനില്ല എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് ഇവർ ചെയ്തതെന്നുള്ള കാര്യമാണ് സംശയം. പ്രണയത്തിന്റെ രക്തസാക്ഷിയായി മാറുകയാണോ കോതമംഗലത്തെ ഈ പെൺകുട്ടി? കോതമംഗലം രൂപതാ വൈദികനും സാമൂഹിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി നടത്തിയ നിരീക്ഷണം ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കടന്നു കയറിയിട്ടുണ്ടോ എന്നും ഇങ്ങനെയുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും അന്വേഷിക്കപ്പെടേണ്ടതാണ്. NIA അന്വേഷണം തന്നെ വേണമെന്നും അദ്ദേഹം പറയുന്നു. ഒരു ആത്മഹത്യ എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടാനായിട്ടാവാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഒരു യഥാർത്ഥ കൊലപാതകത്തിൻ്റെതായ എല്ലാ പ്രത്യേകതകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ പ്രണയിച്ച് വലയിൽ വീഴിക്കുന്നു, അതിൽ നിന്ന് നേടിയെടുക്കാവുന്ന എല്ലാം നേടിയെടുക്കുന്നു. അതിനുശേഷം ദുരുപയോഗത്തിൻ്റെതായ എല്ലാ മേഖലയിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അവസാനം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുന്നു. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വേദികളും ഒരുക്കി വയ്ക്കുന്നു. നിർബന്ധിച്ച് ഇവരെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പൊന്നാനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനിടയിൽ വേറെ ആളുകളുടെ പിന്നാലെ ഇയാൾ പോകുന്നു. അവസാനം നീ മരിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ രക്തസാക്ഷിയായിട്ട് ഈ കൊച്ചിനെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടു വീട് അല്ലേ, എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണ് ആ അമ്മയുടെയും ആങ്ങളുടെയും ഒക്കെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് മാത്രമാണ്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ട ഗവൺമെൻറ് സംവിധാനങ്ങൾ അല്പം കൂടിയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്രയും കാലമായിട്ട്, ഇത്രയും ദിവസങ്ങളായി, എന്നിട്ടും ഈ കുട്ടിയുടെ, അതായത് ഈ റമീസ് എന്ന് പറയുന്ന ആളുടെ മാതാപിതാക്കന്മാർ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതായത് നിയമ സംവിധാനങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ കണ്ണടച്ച് കൊടുക്കുകയാണ്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു, ഞങ്ങളായിട്ട് ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന രീതിയിൽ ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് പ്രവർത്തിക്കാനുള്ള വേദികൾ തുറന്നു കൊടുക്കുകയാണ്. അടുത്ത കാലത്ത് നമ്മുടെ കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ മേഖലകളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ കൂടുതലായിട്ട് ആവർത്തിക്കപ്പെടുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രദേശത്ത് ഇതിങ്ങനെയുള്ള തീവ്രവാദ സംവിധാനങ്ങളുടെ, ഇങ്ങനെ തീവ്രവാദ കേന്ദ്രങ്ങളുടെയൊക്കെ സാന്നിധ്യം കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു കേന്ദ്ര ഏജൻസി കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ന് ഈ ഒരു പെൺകുട്ടിയുടെ മരണം കഴിയുന്നു, നമ്മളിത് വാർത്തയാക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മറക്കുന്നു. അടുത്ത ദിവസം കഴിയുമ്പോൾ അടുത്ത പെൺകുട്ടിയുടെ വേദനാജനകമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ ഭയാനകമായ ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും നമുക്ക് പരിഹാരമാകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കെണിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതമാറ്റ പ്രണയക്കെണിയെക്കുറിച്ചൊക്കെ എത്രയോ പ്രാവശ്യം എത്രയോ തലങ്ങളിൽ സഭയായിട്ടും സമൂഹത്തിലുള്ള ആളുകളായിട്ടും എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. എന്നിട്ടും നമ്മുടെ പെൺകുട്ടികൾ പോയി ചാടുന്നുണ്ടെങ്കിൽ അത്തരം ചില ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അട്രാക്റ്റീവായ രീതിയിൽ ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതെന്താണെന്നുള്ളത് ഒരുപക്ഷെ ലഹരി മാഫിയയുടെ സ്വാധീനമാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനമാകാം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന സാമ്പത്തിക സ്രോതസ്സുകളാകാം. ഇത് എന്താണ് എന്നുള്ളത് ഒരു കേന്ദ്ര ഏജൻസി കൃത്യമായിട്ട് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഇതിന് പരിഹാരം ഉണ്ടാകുകയും ചെയ്യണം. ഈ രീതിയിലുള്ള അവസാനത്തെ മരണമായിട്ട് നമ്മുടെ ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണം മാറണം. ഇനിയൊരു പെൺകുട്ടി ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനുവേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക്, നിയമ സംവിധാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളതാണ്. സഭാ സമൂഹം ഒന്നടങ്കം NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മരണം ലവ് ജിഹാദ് എന്ന വാക്കിലൂടെ മാത്രമേ പറയാൻ കഴിയൂ എന്ന നിലപാടിലാണ് മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹനൻ. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും എവിടെയാണ് സ്ത്രീ സുരക്ഷ എന്ന ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചും ഇവർ പറയുന്നു. ഈ കുടുംബത്തിന് നീതി ലഭിക്കണം. ഈ കുടുംബത്തിന് നീതി ലഭിക്കുക മാത്രമല്ല, ഈ കേസിൻ്റെ പ്രണയത്തിൻ്റെ മറവിൽ നടന്ന മതപരിവർത്തനത്തിന് NIA അന്വേഷിച്ച്
ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. NI അന്വേഷിക്കുകയും അതോടൊപ്പം മതപരിവർത്തനം, ഈ ലവ് ജിഹാദ് പോലുള്ള മതപരിവർത്തനം നിയമപരമായി നിരോധിക്കണം. ഇത് ഞങ്ങളുടെ സംഘടനയുടെ ആവശ്യമാണ്. കാരണം കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുമ്പോഴും അത് ഇല്ല എന്ന് സമർത്ഥിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഭരണ സംവിധാനത്തിൽ നിന്ന് ഇന്നും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. ഇത് ആസൂത്രിതമായ തീവ്രവാദ സംഘടനകളുടെ മതപരിവർത്തനമാണ്. ആ മതപരിവർത്തനം തടയാൻ നിയമം കൊണ്ടുവരികയും അതോടൊപ്പം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ നിർബന്ധിത മതപരിവർത്തനം അതുപോലെ പൊന്നാനിയിലേക്കും സത്യസരണിയിലേക്കുമൊക്കെ കടത്തിക്കൊണ്ടുപോയി മതം പഠിപ്പിക്കുക എന്ന പേരിൽ പ്രണയം നടിച്ചുകൊണ്ട് സ്നേഹം കാണിച്ചു കൊടുത്ത് ഒരു പെൺകുട്ടിയെ വശത്താക്കിയാൽ അവന് കിട്ടുന്ന തുകയുടെ കണക്ക് വളരെ വലുതാണ്, ലക്ഷങ്ങളാണ്. അപ്പം ഓരോ സമുദായത്തിൽപ്പെട്ട കുട്ടിക്കും കിട്ടുന്ന ഒരു മുസ്ലിം ആൺകുട്ടിക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത്, ഒരു ബ്രാഹ്മണനാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെങ്കിൽ അവന് കിട്ടുന്നത് 6 ലക്ഷം രൂപയാണ്. അങ്ങനെ ഓരോ സമുദായം അനുസരിച്ച് SNDPക്ക് വേറെന്ന്, നായർക്ക് വേറെന്ന്, വിശ്വകർമ്മയ്ക്ക് വേറെന്ന്, ഇങ്ങനെയാണ് അവർ കൊടുക്കുന്ന ലക്ഷങ്ങളുടെ കണക്കുകൾ. ഇത് വാങ്ങിക്കുക, അവൻ മതപഠന കേന്ദ്രത്തിൽ കൊണ്ട് ഇവളെ കൊണ്ട് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രപരമായ ഒരു നീക്കം. അത് മതപരിവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ലവ് ജിഹാദ് തന്നെയാണ്. മതപരിവർത്തനം എന്ന് പറയുന്ന ഒരാൾ എനിക്ക് എൻ്റെ മതത്തിൽ വിശ്വാസമില്ല, മറ്റൊരു മതത്തെയാണ് വിശ്വസിക്കാൻ താല്പര്യം എന്ന് പറയുമ്പോൾ സ്വയമേവ മതപരിവർത്തനത്തിന് തയ്യാറാകണം. ആരുടെയും പ്രലോഭനങ്ങളില്ലാതെ, ആരുടെയും പ്രചോദനമില്ലാതെ കൊണ്ട് ഒരു മതത്തെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മതപരിവർത്തനത്തിന് ഞാൻ സ്വയമേവ തയ്യാറാകുന്നതാണ്. പക്ഷേ അതിലപ്പുറത്തേക്ക് ആസൂത്രിതമായ തീവ്രവാദ സംഘടനകളുടെ നിർബന്ധിതമായിട്ടുള്ള നീക്കം കൊണ്ട് നടത്തുന്ന ഈ മതപരിവർത്തനം ലവ് ജിഹാദ് എന്ന പേരിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് ഇന്ന് തുടങ്ങിയതല്ല, നമ്മുടെ മാധവിക്കുട്ടി മുതൽ തുടങ്ങിയതാണ്. മാധവിക്കുട്ടിയെ കമലാ സുരയ്യയാക്കി അന്ന് മുതൽ തുടങ്ങിയ സംഭവം ഇത് അവസാനത്തെ കണ്ണിയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രണയം നിഷ്കളങ്കമായ ഒരു വികാരമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എല്ലാവർക്കും അവകാശവുമുണ്ട്. എന്നാൽ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരികയും ചെയ്യുക എന്നത് ഈ നാടിൻ്റെ നിയമവ്യവസ്ഥകളെ തന്നെ ചോദ്യം ചെയ്യേണ്ടതായി വരും. കോതമംഗലത്തെ ഈ പെൺകുട്ടി പ്രണയ മതപരിവർത്തനത്തിൻ്റെ അവസാനത്തെ ഇരയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രണയത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും മതപരിവർത്തനവും പീഡനവും ഒരു വ്യക്തിയുടെ ജീവനെടുക്കുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കുക മാത്രമല്ല, പ്രതികരിക്കുക കൂടി വേണം നമ്മൾ. കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണം മതപരിവർത്തനത്തിനുള്ള സംഘടിത ഗൂഢശ്രമങ്ങളുടെ ആകെത്തുകയാണെന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. റോജി 11 ആങ്കുഴി സൈനിങ് ഓഫ് ഫ്രം ഷെക്കൈന ഇൻവെസ്റ്റിഗേഷൻ. ബൈ.